ഈ കുട്ടി ഏതാണ്, ഇത് ഏതാണ് ഈ സുന്ദരി, ഇത് നായികനെക്കാട്ടില് ലീഡ് ചെയ്തല്ലോ ഈ കുട്ടി. പക്ഷെ എല്ലാരും പറയുന്നത് എന്താ, ഇപ്പൊ അനശ്വര ഉണ്ടായിരുന്നു, നിഖില ഉണ്ടായിരുന്നു, പക്ഷെ അവരെ ഒന്നും നമുക്ക് കാണണ്ട, ഈ കുട്ടി ആരാണെന്നുള്ള രീതിയിലാണ്. അപ്പം ഇതിനു മുമ്പ് അഭിനയിച്ച സിനിമ ഗുരുവായൂരമ്പല നടയാണ്. ഇപ്പം അതിനുശേഷം ആ സിനിമ ഇപ്പോൾ OTT ഇറങ്ങിയതിന് ശേഷം ആൾക്കാരെല്ലാം തിരയുന്നത് ഈ കുട്ടി ആരാണെന്ന് ചോദിച്ചിട്ടാണ്. ബിക്കോസ് അതിലെ നായകന്മാരെക്കാളിലും ലീഡ് ചെയ്തു, അല്ലെങ്കിൽ ആൾക്കാർ ശ്രദ്ധിച്ചത് നായികയുടെ കൂടെ വന്ന കുട്ടി ആരാണെന്നാണ്. സോ അതൊക്കെ കണ്ടിരുന്നോ? ട്രോൾസ് ഒക്കെ കണ്ടോ? അപ്പം എന്താ തോന്നിയത്, എന്താ ഫീൽ ചെയ്തത്? അല്ലെങ്കിൽ എന്താ അപ്പം അതിനൊരു മറുപടി ആയിട്ട് ഈ ആളുകളൊക്കെ ചോദിച്ച് ചോദ്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും മറുപടി കൊടുക്കണമെന്ന് തോന്നിയിരുന്നോ? ആളുകൾ ചോദിച്ചത് ഈ കുട്ടി ഏതാണ്, ഇത് ഏതാണ് ഈ സുന്ദരി, ഇത് നായികനെക്കാട്ടിൽ ലീഡ് ചെയ്തല്ലോ ഈ കുട്ടി. പക്ഷെ എല്ലാരും പറയുന്നത് എന്താ, ഇപ്പൊ അനശ്വര ഉണ്ടായിരുന്നു, നിഖില ഉണ്ടായിരുന്നു, പക്ഷെ അവരെ ഒന്നും നമുക്ക് കാണണ്ട, ഈ കുട്ടി ആരാണെന്നുള്ള രീതിയിലാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് ഷൂട്ടിങ്ങിനിടയിലാണേലും. ഇത് ആരാണ് ആദ്യമേ ഇത് എന്താ കാണിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ആദ്യമേ കാണുന്നത്? ഇത് ഏതൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നാണ് ഞാൻ ഫസ്റ്റ് ഇങ്ങനെ എന്നെ ടാഗ് ചെയ്തിട്ടപ്പോൾ ഞാൻ കണ്ടായിരുന്നു. പിന്നെ ഇതിങ്ങനെ ഒത്തിരി ഞാൻ ടാഗ് ചെയ്യുമ്പോൾ അല്ലെ, ആദ്യമേ ഒരെണ്ണം വന്നപ്പോൾ ഇത് ഇത്രത്തോളം ഒരു വൈറലാവുന്ന അല്ലെങ്കിൽ ഒരു ചർച്ചാ വിഷയമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? അത്ര വലിയ ചർച്ച ഒന്നും ആയിട്ടില്ല. ഇല്ല, പ്രതീക്ഷിച്ചിട്ടില്ല. ഫസ്റ്റ് അതിൽ പ്രതീക്ഷിക്കാൻ മാത്രമൊന്നും ഇല്ല. പിന്നെ അത് OTT ഇറങ്ങിയപ്പോൾ ഇങ്ങനെ വന്നു. എങ്ങനെയാണ് ആ സിനിമയിലേക്ക് എത്തിപ്പെടുന്നത്? അതിങ്ങനെ കാസ്റ്റിംഗ് കണ്ട് കാസ്റ്റ് ആയി. ഇതിക്ക് അതിനുശേഷമാണ് വാഴയിലോട്ട് വരുന്നത്. അപ്പൊ ആ ഒരു സിനിമയിൽ ചെയ്തതുകൊണ്ടാണോ വാഴ? വാഴയാണോ ഇതിനകത്ത്? അല്ല, ഇതിനകത്ത് എല്ലാവരും വാഴകളാണ്. ഞാൻ മാത്രമല്ല, എല്ലാവരും വാഴകളാണ്. ഓക്കെ. ഇപ്പൊ ഗുരുവായൂരമ്പല നടയിൽ അധികം വലിയ എന്താ പറയുക ഡയലോഗ് ഒന്നുള്ള വലിയ ക്യാരക്ടർ അല്ല. അതിൽ നിന്ന് ഇതിലേക്ക് വരുമ്പം അതിന്റെ ഒരു സങ്കടം അല്ലെങ്കിൽ ആ വിഷമമൊക്കെ ഈ സിനിമയിലൂടെ നികത്താൻ സാധിച്ചോ? ഫസ്റ്റ് ഗുരുവായൂരമ്പല നടയിൽ അത് കിട്ടിയാലും ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. ഇത് കിട്ടിയാലും ഗ്രേറ്റ്ഫുൾ ആണ്. അപ്പൊ ഇതിലൊരു ക്യാരക്ടറൊക്കെ എങ്ങനെയാണ്? അപ്പം എല്ലാരും കാണാൻ ആഗ്രഹിച്ച ആ നടി. സിനിമ വാഴ ഇനി August 15 തിയേറ്ററിലേക്ക് വരുവാണ്. അപ്പം ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ളത്? അപ്പൊ ഗേൾസ് കണക്ട് ആവത്തില്ലേ? കുറച്ചും കൂടെ ഇതില് ബോയ്സിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഇത് കണക്ട് ആവുക കുറച്ചും കൂടെ ആമ്പിളരുടെ പരിപാടിയാണ് അതിനകത്ത്. അങ്ങനെയൊന്നുമില്ല, എല്ലാവരും വാഴകൾ തന്നെയാണ്.